അതുപോലെയാണ് AP അബൂബക്കർ മുസ്ലിയാർ സമ്മേളനത്തിൽ ചെല്ലാറുള്ളപ്പം ഇന്ത്യ രാജ്യം അപകടത്തിലാണ്, രാജ്യസുരക്ഷ അപകടത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുയ്യാപ്പണം വിളിക്കും പോലെ വിളിക്കാൻ പറ്റില്ല എന്നാണ്. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ശരിയാണ്. ചിലപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചത് ഞങ്ങളുടെ അഭിപ്രായം എന്താണ്, ഇടതുപക്ഷ എംഎൽഎമാരുടെ അഭിപ്രായം എന്താണ്? മുത്തലാഖ് എന്ന് പറഞ്ഞാൽ 3 തലാഖ് ഒന്നായിട്ട് ചെല്ലുന്നത്, 3 തലാഖാക്കിയത് തന്നെ ഒന്നായിട്ട് ചെല്ലാതെക്കാൻ വേണ്ടി അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാരുടെ ഇടയിൽ എല്ലാ പണ്ഡിതന്മാരും വളരെ വ്യക്തമായി പറഞ്ഞു ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ്, നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമാണ്. അഭിപ്രായ വ്യത്യാസം എവിടെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മൂലി ശരിയായി അത് ശരിയാകുമോ തെറ്റാകുമോ എന്നുള്ള കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം. മറ്റേ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. CPIMന്റെ പോളിറ്റ് ബ്യൂറോ എടുത്ത തീരുമാനം അതുകൊണ്ടാണ് ഞങ്ങളുടെ അഭിപ്രായം ചോദിച്ചത്. ഞങ്ങൾക്കാരിൽ പറഞ്ഞു വെച്ചാൽ മുത്തലാഖ് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. എന്നാൽ BJP ഈ ഉയർത്തുന്നത് മുസ്ലിം സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് നിരർത്ഥകമാണ്. ഏക സിവിൽ കോഡ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് സ്ത്രീകൾക്ക് സമത്വം ഉണ്ടാവുകയില്ല. കാരണം ഈ പ്രശ്നം എല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട്. ഇന്ത്യ രാജ്യത്ത് തന്നെ സിവിൽ നിയമം ഒന്നാക്കണമെന്ന് പറയും. ആദ്യം ക്രിമിനൽ നിയമം ഒന്നാക്കണ്ടേ? ഇന്ത്യ രാജ്യത്ത് ഏക ക്രിമിനൽ നിയമമുണ്ടോ? ഭരണഘടന 371 വകുപ്പിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇന്ത്യ രാജ്യത്തിലെ സംസ്ഥാനങ്ങളിലെ ക്രിമിനൽ നിയമങ്ങളിലോ സിവിൽ നിയമങ്ങളിലോ പാർലമെന്റിന് നിയമമുണ്ടാക്കാൻ അധികാരമില്ല. അവിടുത്തെ ക്രിമിനലും സിവിലുമായ എല്ലാ കാര്യങ്ങളും ആ സമുദായവും തന്നെ നടത്തണം എന്ന് വ്യവസ്ഥപ്പെട്ടിട്ടുള്ള ഭരണഘടനയാണ് ഭരണഘടന ആർട്ടിക്കിൾ 371. ചില ആളുകൾ 370 പറ്റി പറയും രാഷ്ട്രീയത്തിന്റെ പ്രത്യേകാവകാശം. അതിന് വേറെയും 371, 372 ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും പ്രത്യേകമായ അവകാശമുണ്ട്. ഒരുപാട് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ അവകാശമുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യ രാജ്യം ഉണ്ടായപ്പോൾ പല നാട്ടുരാജ്യക്കന്മാരുടെയിൽ നിന്നും എടുത്തതാണ് ഈ രാജ്യങ്ങളൊക്കെ. അവിടെയൊക്കെ പ്രത്യേക നിയമങ്ങളുണ്ടായിരുന്നു. ഏക സിവിൽ കോഡ് വന്നാൽ പ്രശ്നമാണ്, വേണ്ട. പക്ഷെ ഏക സിവിൽ കോഡ് ഗോവയില് പോർച്ചുഗീസുകാർ ഭരിച്ച ഗോവയിൽ ഏക സിവിൽ കോഡ് എന്നോ നിലവിലുള്ള ഒരു സ്ഥലമാണ്. ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഇന്ന് സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല. ആ വിഷയം ചർച്ച ചെയ്യുന്നത് മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനാണ് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPIMന്റെ പോളിറ്റ് ബ്യൂറോ തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇടതുപക്ഷ സഹായത്തിൽ അംഗീകരിക്കുന്നത്. താടി ഇസ്ലാമായി വന്നില്ല എന്നുള്ള അഭിപ്രായം ചെയ്യുന്നു. പക്ഷെ അതങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ UDF 12 MLAമാരാണ് മുസ്ലിം MLAമാർ. അതിൽ 2 താടിയുണ്ട്. ഒന്ന് ഗുരുവായൂർ MLAക്കും ഒന്ന് പട്ടാമ്പി MLAക്കും. ലീഗിന്റെ 18 ഉൾപ്പെടെ 20 മുസ്ലിം MLAമാർ അപ്പുറത്തുണ്ട്. അതിൽ ആ ഒരച്ചാക്കിയ താടി അത് ഇല്ലാത്തതിനേക്കാണ് മോശമാണ്. അതാണില്ല. നിങ്ങൾക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് വളരെ പറയേണ്ട കാര്യം. അപ്പൊ അതുപോലെ അത് താടി ഇസ്ലാമുമായിട്ട് ബന്ധമില്ല എന്നുള്ള അഭിപ്രായം നമുക്കില്ല. പക്ഷെ അങ്ങനെ ഇസ്ലാമിന് നിർബന്ധമുള്ള ഒരു കാര്യമാണെങ്കിൽ ഇസ്ലാമിന്റെ ഷിആറ് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണല്ലോ ലീഗുകാർ. ശരീഅത്തിനെ സംബന്ധിച്ച് AP അബൂബക്കർ മുസ്ലിയാർ വെല്ലുവിളിക്കുന്ന ആളാണല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. എന്നാൽ അവർക്കാർക്കും താടി വേണ്ടേതേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങളുടെ മുഖത്തൊന്നും കാണണ്ടേ എന്ന് ചോദിച്ചതിനാണ് ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ഒരു കേസ് ഇപ്പോഴൊന്നും ഉണ്ടായില്ല. അവർ പോലീസുകാരൻ താടി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലമായി കേസ് കൂടി നടക്കുന്നുണ്ട്. അതിപ്പോണ്ടായ കേസൊന്നുമല്ല, നിയമസഭ തീരുമാനിക്കേണ്ട കാര്യമല്ല. അത് കോടതിയിൽ കിടക്കുന്ന കേസാണ്. ആ കോടതിയിൽ കിടക്കുന്ന കേസ് എടുത്ത് നിയമസഭയിൽ ഉന്നയിക്കേണ്ട ഒരു വിഷയവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സാഹചര്യം ഈ സമൂഹത്തെ, ഈ സമുദായത്തെ കോർണർ ചെയ്യാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനനുകൂലമായി വളം വെച്ചു കൊടുക്കുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നിയമസഭ പോലെയുള്ള ഒരു വേദികളിൽ ഉന്നയിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇതൊന്നും അവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം ശരീരത്തെ മതപണ്ഡിതന്മാർ ചർച്ച ചെയ്യട്ടെ. ഏതായാലും AP അബൂബക്കർ മുസ്ലിയാർ ഒരു പ്രസ്താവനയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ലീഗുകാർക്ക് ആവശ്യത്തിന് ഫത്വ കൊടുക്കാനല്ല മതപണ്ഡിതന്മാർ നിൽക്കുന്നത്. ഏറിയ കാലത്തിലേക്ക് ഏറ്റവും നല്ല ഒരു വർത്താനാണ് അവർ പറഞ്ഞത്. മതി, അത് മതി. ഞാനത് കുറേ കാലമായിട്ട് പറയുന്നു. ലീഗിന് വേണ്ടി ഫത്വ ഉണ്ടാക്കലാണ് ചില ആളുകളുടെ ഉദ്ദേശം. അതിന് വേണ്ടിയാണ് ലീഗ് ഭരണത്തിൽ ഇറങ്ങുമ്പോൾ ശരീരത്തെ പകടത്തില്ല. ലീഗ് ഭരണത്തിലുണ്ടോ ശരീരത്തിന് ഒരു കുഴപ്പമില്ല.
ഇപ്പൊ എല്ലാവരും യോഗം ചേർന്ന് ബഹളം വെച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താ സക്കാത്ത് ചെറിയപ്പെട്ടതല്ലേ, ആ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു യോഗം ഉണ്ടാകുന്നത് കൂടിയാൽ ഞാനിവിടെ വിളിക്കട്ടെ. അതല്ലേ പാവപ്പെട്ടവനെ സ്വത്തിൽ നിന്ന് 2% കൊടുക്കണമെന്ന് പറഞ്ഞത് ശരീരത്തിന്റെ ഭാഗമാണല്ലോ. ആ ശരീരത്തിന് നടപ്പാക്കാൻ എന്താണ് ഞാനിവിടെ യോഗം വിളിച്ചാൽ? അതൊന്നും വിളിക്കാതെ ആളുകളെ വൈകാരികമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ മറ്റുള്ള ആളുകളുടെ മുമ്പിൽ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ലീഗ് നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യമകടത്തിലാണ്, അതുകൊണ്ട് ഉസ്താദ് ഉണ്ടാൻ പാടില്ല എന്ന് പറയുന്നതും, ഇവിടെ 8 ആളെ വെടിവെച്ച് കൊല്ലുമ്പോൾ രാജ്യരക്ഷയുടെ പേരിൽ നമ്മൾ ഉണ്ടാൻ പാടില്ല എന്ന് പറയുന്നതും ഒരു നാണയത്തിന് 2 വശങ്ങളാണ്. അപ്പൊ വർഗീയത പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് മുസ്ലിം ലീഗും മറുഭാഗത്ത് RSS നടത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കും. ഞാൻ എന്റെ പ്രശ്നം അവസാനിക്കില്ല. കൊലപാതകത്തെ സംബന്ധിച്ചാണ് പലപ്പോഴും പറയുന്നത്, ബോംബുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. കണ്ണൂരാണല്ലോ ബോംബിനെ സംബന്ധിച്ച് വലിയ കാര്യം പറയുന്നത്. കണ്ണൂർ അവസാനത്തെ കൊലപാതകം നടത്തിയതാരാണ്? സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ് നടന്നത്. എന്തിനാ നടത്തിയെന്ന് ഞാൻ പറയുന്നത്, ലീഗാരാ നടത്തിയത് ഇല്ലേ? കണ്ണൂർ കേരളത്തിലെ ബോംബുണ്ടാക്കുന്ന അവസരത്തില് ഏറ്റവും കൂടുതൽ യുവാക്കൾ മരിച്ചതാരാ? സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണ്. അതുകൊണ്ട് CPM ആണ് എന്തോ പ്രശ്നമാണ് എന്നൊന്നും പറയണ്ട. അവനാന്റെ നേരത്തിൽ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകണമെന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സമാധാനപരമായ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഈ സർക്കാർ, നമ്മൾ നേരത്തെ പറഞ്ഞ LDF വരും എല്ലാം ശരിയാവുന്ന, അത് കുറെ കാലമൊക്കെ ശരിയായി നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. ഇത് നമ്മളെ ശരിയാക്കാൻ പോവാണ്. വിദ്യാഭ്യാസ രംഗത്ത് 4 പദ്ധതികളാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. 1 വീടാണ്, 2 വിഷരഹിതമായ ഭക്ഷണമാണ്,